നമസ്കാരം. പാറ്റ സമരം വീണ്ടും ആരംഭിക്കാൻ പോകുന്നു. ബുധനാഴ്ച മുംബൈയിലാണ് ഇത്തവണ സമരം പുനരാരംഭിക്കുവാൻ പോകുന്നത്. രാജ്യം വളരെയധികം ജാഗ്രതയോടുകൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത്. പ്രത്യേകിച്ചും അജിത് ഡോവൽ ലോകമാന്യ തിലക് അവാർഡ് ദാന വേദിയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി വച്ച് കണക്ക് കൂട്ടി നോക്കുമ്പോൾ തീർച്ചയായിട്ടും പാറ്റ സമരം വേറൊന്നോ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇക്കുറി സമരം ആരംഭിച്ചിരിക്കുന്നത്. അവർക്ക് ആദ്യമേ തന്നെ ലക്ഷ്യമുണ്ടായിരുന്നു ഒരു ജൻസി കലാപത്തിന്. ജൻസി കലാപം കേവലം രാജ്യത്തിനകത്ത് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭരണകൂടത്തിന് അട്ടിമറി നടത്തുകയും ഭരണകൂടത്തെ താഴെ ഇറക്കുകയും ഇവിടെ ഒരു അരാജകത്വം സൃഷ്ടിക്കുവാനുള്ള കളമൊരുക്കുകയുമാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അജിത് ഡോവൽ പറഞ്ഞ വാക്കുകളിലേക്ക് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെങ്കിൽ വിദേശിക ശക്തികളുടെ സഹായത്തോടു കൂടി നടത്തുന്ന സമരത്തെ വളരെയധികം ഗൗരവത്തോടു കൂടി വേണം നമ്മൾ കണക്കാക്കാൻ. സ്വാതന്ത്ര്യം എന്നാൽ എന്തും പറയുവാനുള്ള സ്വാതന്ത്ര്യമല്ല, രാജ്യത്തിനെതിരെ ആയുധമെടുത്ത് പ്രയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യമല്ല, അത് ഭാരതത്തിൽ ഉള്ള സ്വാതന്ത്ര്യമല്ല, അത് ഒരു ജനാധിപത്യ രാജ്യത്തിലും അനുവദനീയമായ സ്വാതന്ത്ര്യവുമല്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ളതായ മുറവിളികൾ കൂട്ടുന്നത്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയാണെന്നതാണല്ലോ അവരുടെ ആദ്യത്തെ ആവശ്യമായിരുന്നത്. ആ ആവശ്യം നിറവേറ്റിക്കൊടുത്തല്ലോ. ഇപ്പോൾ അവരുടെ ആവശ്യം എന്താണ്? ഇപ്പോൾ അവരുടെ ആവശ്യം എന്നത് ആർക്കെതിരെയും, അതായത് ജന്തർ മന്ദറിൽ നടന്ന സമരത്തിലും അതോടൊപ്പം തന്നെ അതിനുശേഷം പാർലമെന്റിൽ മാർച്ചിലേക്കും നടന്ന എല്ലാ തരത്തിലുള്ള കേസുകളും റദ്ദാക്കി കൊടുക്കണമെന്നാണ്. ആർക്കെതിരെയുള്ള കേസാണ് റദ്ദാക്കി കൊടുക്കേണ്ടത്? ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾക്ക് നേരെ, ഈ രാജ്യത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ 150ഓളം പോലീസുകാർക്ക് നേരെയാണ് അന്ന് ആക്രമണം ഇവർ അഴിച്ചുവിട്ടത്. അതിൽ പകുതിയിലേറെ വനിതാ പോലീസുമാരായിരുന്നു. ഈ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ പോലീസ് സേനയ്ക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ കേസെടുക്കരുത്, വെറുതെ വിടണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. സുപ്രീം കോടതി പോലും ഇത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. എന്തിന്? പെല്ലറ്റ് ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും അതിനെ പോലും കേസെടുക്കുവാനോ അല്ലെങ്കിൽ അതിനെ പോലും തള്ളിക്കളയണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്തുവാൻ പാടില്ല എന്ന് പോലും സുപ്രീം കോടതി പറഞ്ഞില്ല. ചില സമയങ്ങളിലൊക്കെ പെല്ലറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് കോടതി പറഞ്ഞത്. ഇതിന്റെ കൃത്യമായ ഉദ്ദേശത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോടതി അത്തരമൊരു സമീപനം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തത്. അതായത് രാജ്യത്തിന് നേരെയുള്ള സമരമാണെന്ന വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്നർത്ഥം. എന്തായാലും ഇപ്പോൾ ഇക്കുറി അവർ മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ട് സമരം നടത്തുമ്പോൾ അതൊന്നും വെറുതെ വിട്ടുകൊടുക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവരിക്കുറി സമരം നടത്തുന്നത് രാജ്യത്തെ ഭരണ വ്യവസ്ഥിതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരം അട്ടിമറി സമരങ്ങളെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയില്ല. പ്രത്യേകിച്ചും മുംബൈ പോലുള്ള ഒരു വ്യാവസായിക തലസ്ഥാനത്തിൽ. എന്തുകൊണ്ടാകാം അവർ മുംബൈ തന്നെ തിരഞ്ഞെടുത്തത്? കുറച്ച് നാളുകൾക്ക് മുന്നെയാണ്, അതായത് 2008 ആദ്യമായി അവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. പിന്നീട് പല തവണ മുംബൈ ലക്ഷ്യം വെച്ചുകൊണ്ട് പല ഭീകരവാദ ആക്രമണത്തിന്റെ ശ്രമങ്ങളും ഉണ്ടായിരുന്നു. ആ ശ്രമങ്ങളെയൊക്കെ തന്നെ അടിച്ചൊടിച്ചതിന് ശേഷമാണ് ഭാരതം ഇപ്പോഴും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇക്കുറി വീണ്ടും ഒരു 2ാം ഘട്ട പരീക്ഷണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുത്തതായിരുന്നു. ആ സമയത്തേക്കും അവരുടെ പ്ലാനുകൾ ഓരോന്നോരോന്നായി തകർത്തെറിഞ്ഞുകൊണ്ട് ഭാരതം ശക്തമായ നീക്കം അതിനെതിരെ നടത്തുകയുണ്ടായി. അവരെ ഇടം വലം തിരിയാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യുകയുണ്ടായി. എന്നാൽ പാറ്റകളുടെ സമരത്തിലൂടെ വീണ്ടും ഭീകരാക്രമണ പ്രവർത്തനമാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരിക്ക് നേരെ ഒരു ശക്തമായ അപായ ശ്രമം അവരുടെ ഭാഗത്തുണ്ടായത്. ഹമീം മോണ്ടൽ എന്ന് പറയുന്ന ബുർദ്വാൻ സ്വദേശി, അയാളെ ഒരു ജിമ്മിൽ വെച്ചാണ് ഇന്നലെ പിടികൂടിയത്. അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നത് സുവേന്ദു അധികാരിയാണ്. എന്തിനായിരിക്കും അവർ സുവേന്ദു അധികാരിയെ ലക്ഷ്യം വെച്ചത്? വളരെയധികം, അതായത് 600 കിലോമീറ്ററോളം ഓപ്പൺ ആക്കപ്പെട്ട പ്രദേശത്തിൽ കൂടി ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നിരന്തരം നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ മാറ്റിവെക്കുവാൻ വേണ്ടിയിട്ട്, അതായത് അത്തരം ശ്രമങ്ങളെയൊക്കെ എതിർത്ത് തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ഫെൻസിങ് നടത്തുകയുണ്ടായി സുവേന്ദു അധികാരി. അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം BSFന് അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ വിട്ടുകൊടുത്തു. അതോടൊപ്പം രാജ്യത്തിന്റെ പൗരന്മാർക്ക് മാത്രമായി രാജ്യത്തിന്റെ വിഭവം ഉപയോഗിക്കണം എന്നതിന് വേണ്ടിയിട്ട് SIR വളരെ കാർക്കശ സ്വഭാവത്തോടു കൂടി തന്നെ പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അതിനു വേണ്ടിയിട്ട് ഏറ്റവും അധികം മുന്നിൽ നിന്ന് പോരാടിയത് സുവേന്ദു അധികാരിയായിരുന്നു. ഫലമോ മമതയ്ക്ക് മുട്ടുവളക്കേണ്ടി വന്നു. SIR നടപ്പിലാക്കിയതിനു ശേഷം 1 കോടിയിലധികം ആൾക്കാരാണ്
പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തത്. ഇതിന്റെ അനുരണനങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി. അതായത് ബംഗ്ലാദേശികളെ പല ഭാഗത്തു നിന്നും ബംഗ്ലാദേശിലേക്ക് തന്നെ കടത്തിവിടുന്ന അല്ലെങ്കിൽ അവരെ ഓടിക്കുന്ന ഒരു സമീപനം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും എടുക്കേണ്ടി വന്നു. ഇത് ഏറ്റവും ആദ്യം വളരെ ശക്തമായിട്ട് ഉന്നയിച്ചതും സുവേന്ദു അധികാരിയാണ്. അത് മാത്രമല്ല, സിലിഗുരി കോറിഡോർ ലക്ഷ്യം വെച്ചുകൊണ്ട് ചൈനയും തുർക്കിയും അമേരിക്കയും ഒക്കെ നീങ്ങിയപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ പോരാടണം എന്ന ലക്ഷ്യവുമായിട്ട് ആ ഭാഗങ്ങളെല്ലാം സുരക്ഷ ശക്തമാക്കിയതിന് പിന്നിലും സുവേന്ദു അധികാരിയുടെ കരങ്ങളുണ്ടായിരുന്നു. ഒപ്പം പശ്ചിമ ബംഗാളിനെ വീണ്ടും വികസനത്തിന്റെ പാതയിലെത്തി. ഇത് ഒരു കാരണവശാലും ബംഗ്ലാദേശികൾക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല. അവർ പല നീക്കങ്ങളും രാജ്യത്തിനെതിരെ നടത്തി. സുവേന്ദു അധികാരി ഓരോ തവണയും പശ്ചിമ ബംഗാളിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോഴും അങ്ങ് അപ്പുറത്ത്, അതിർത്തിക്കപ്പുറത്തുനിന്ന് ഭീകരവാദികൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അവർ ശക്തമായ രീതിയിൽ ആക്രോശിക്കുന്നുണ്ടായിരുന്നു ബംഗ്ലാദേശിൽ ഇരുന്നു കൊണ്ട്. ഇപ്പോൾ പാറ്റ സമരം വിജയിച്ചു എന്നായപ്പോൾ അവർ വീണ്ടും ബഹളമുണ്ടാക്കി. അങ്ങനെ രാജ്യത്തിനകത്തുള്ള ഓരോ സമരങ്ങളെയും വളരെയധികം ജാഗ്രതയോടുകൂടിയും വളരെയധികം ഉത്സാഹത്തോടു കൂടിയാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ചൈനയും ഒക്കെ കാണുന്നത്. അങ്ങനെ അവരുടെ ഒക്കെ സഹായത്തോടു കൂടി CJP ഒരു മുന്നേറ്റം നടത്തിയാൽ തീർച്ചയായിട്ടും അതിനെ അടിച്ചൊടിക്കുക തന്നെ ചെയ്യണം. അതിനെ അവഗണിക്കുക എന്നതല്ല, മറിച്ച് അതിനെ അടിച്ചമർത്തുക തന്നെ വേണം. തീർച്ചയായിട്ടും ഇനിയൊരു സമരം നടത്തുകയാണെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കാനാണെങ്കിൽ ഒരാളും തന്നെ അതിനെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. ഈ രാജ്യത്തെ ദേശീയവാദികൾ ഇറങ്ങുമെന്ന് തന്നെയാണ് ഈ രാജ്യത്തെ ദേശീയവാദികൾ ഇറങ്ങും എന്ന കൃത്യമായ ബോധ്യം രാജ്യം ഭരിക്കുന്ന BJP NDA സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഒരു അരാജകത്വം സൃഷ്ടിക്കാതിരിക്കുവാനായിട്ട് കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കും. സേനകൾ ഇറങ്ങും, അടിച്ചമർത്തുക തന്നെ ചെയ്യും. കാരണം ഇനിയൊരടി അവരെ കടത്തിവിട്ടാൽ രാജ്യം നശിക്കുന്ന രീതിയിലുള്ള സമരമുറകളായിരിക്കും അവർ എടുക്കുന്നത്. അതിൽ മുട്ടുവളച്ചു കൊടുക്കാൻ രാജ്യം ഭരിക്കുന്ന NDA നേതൃത്വം തയ്യാറല്ല എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്.